ആദ്യം വഴുതനങ്ങ എടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക ഗ്യാസിൽ വെച്ചിട്ട്. വഴുതനങ്ങ ഇത് ചുടുന്നതിന് മുമ്പേ എടുത്ത് ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതുപോലെ ചുട്ടെടുക്കുക. ചുട്ടെടുത്തിട്ട് ആറിക്കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ കരിന്തുളി ഇങ്ങനെ ഇളക്കി മാറ്റണം. ഇളക്കി മാറ്റി രണ്ടുപേരെയും നല്ല കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ എന്തെങ്കിലും തവി വെച്ചോ അതുപോലെ എന്തെങ്കിലും സാധനം വെച്ചോ ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇത് ഉടയ്ക്കണം. ഒരുവിധം നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വെട്ടത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ അത് വയ്ക്കാനായിട്ട് 2 തക്കാളിക്ക, വലിയ 2 തക്കാളിക്ക, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാള, ഇടത്തര സവാള 2 എണ്ണം, പിന്നെ മല്ലിയില, ഇത്ര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ഒരു 2 സ്പൂൺ കണക്കിന് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ എണ്ണ എന്ന് പറയുന്നത് കടുകെണ്ണയാണ് ഉപയോഗിക്കാറ്. ഞാനിവിടെ പാചകത്തിന് നമുക്ക് ചപ്പാത്തിക്ക് വേണ്ട കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ മസ്റ്റാർഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു 2 സ്പൂൺ കണക്കിന് മസ്റ്റാർഡ് ഓയിൽ ഒഴിക്കുക. ഇത് ചൂടായി വരുമ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകം ഇടുക. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി അരിഞ്ഞ് വെച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഈശ്വര, ഉപ്പ് കൂടിയോ? ഒരു കൈയിൽ ഫോണും ഒരു കൈയിലാണ് പാചകം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. മസാലയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ചേർക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു പഞ്ചാബി സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് പഞ്ചാബിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. നമുക്ക് ചപ്പാത്തിക്ക് കൂടാണ് ഇത് കൂടുതലും കഴിക്കുന്നത്. പിന്നെ ചോറിനും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചപ്പാത്തിയുടെ കറിയൊന്നും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല. നല്ല എരിവും പുളുമൊക്കെ ഉള്ള കറി വേണം ചോറ് കഴിക്കണമെങ്കിൽ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബേങ്ങൻ ഭർത്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാമേ. ഒരു കാര്യം മറന്നുപോയേ, ഇത് തയ്യാറായി കഴിഞ്ഞിട്ട് ഇതിനകത്ത് 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വേങ്ങൻ ഭർത്ത തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയാണ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.